പ്രാർത്ഥിച്ച് നമുക്ക് ഇവിടുന്ന് പോകാവുന്നതാണ്. അതായത് നമുക്ക് ഒരു ദിവസം കഴിക്കാം. നമുക്ക് മുകളിൽ നമുക്ക് പാടാം. ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുകൾ കരുളാൻ, ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുകൾ കരുളാൻ, ഭദ്രതയേതുമില്ല നിന്റെ കൃപയെത്ര വിചിത്രമാകൂ. ഭദ്രതയേതുമില്ല നിന്റെ കൃപയെത്ര വിചിത്രമാകൂ. നീയൊഴികെ ഞങ്ങൾക്കു സുരലോകയായുള്ളു ജീവമാർഗ്ഗം. നീയൊഴികെ ഞങ്ങൾക്കു സുരലോകയായുള്ളു ജീവമാർഗ്ഗം. നീയൊഴികെ ജീവിതത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ വരനേ. നീയൊഴികെ ജീവിതത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ വരനേ. വന്ദനമേശുപാരാ നിനക്കെന്നും വന്ദനമേശുപാരാ. വന്ദനമേശുപാരാ നിനക്കെന്നും വന്ദനമേശുപാരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി.
ഇരുപതാമത്തെ സങ്കീർത്തനം വായിച്ച് കേൾപ്പിക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട പാസ്റ്റർ വിജയകുമാർ അവർ പ്രാർത്ഥിച്ച് ആശീർവാദങ്ങൾ എന്നായിരിക്കാം. നമുക്ക് പ്രാർത്ഥന ദിവസമായിരിക്കാം. നമുക്ക് ഇരുപതാം സങ്കീർത്തനം വായിക്കാം. യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായമയക്കുമാറാകട്ടെ. സിയോനിൽ നിന്നും നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ കോഴ്സിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടിയുയർത്തും. യഹോവ തന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തന്റെ വിശുദ്ധനെ രക്ഷിക്കുന്നതിന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ നിന്റെ വിശുദ്ധ സർപ്പത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗപിതാവേ, ഞങ്ങൾക്ക് സമയഭേദമനെ അവിടുത്തെ തിരുസന്നിധാനത്തിലേക്ക് കടന്നു വരുവാനും അപ്പാപിതാവേ എന്ന് വിളിക്കുവാൻ, ദൈവസന്നെ പ്രാർത്ഥിക്കുവാൻ അവിടുത്തെ പ്രിയപുത്രനിലൂടെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗപിതാവേ, ഒരു കാലത്ത് ഞങ്ങൾ ദൈവാശ്രയമില്ലാത്തവരായി, പാപികളായി, ശത്രുക്കളായി അവിടുത്തെ തിരുസന്നിധാനത്തിലേക്ക് അടുത്തു വരുവാൻ യോഗ്യതയില്ലാത്തവരായി ജീവിച്ച ഞങ്ങളെ അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തെ മഹാസ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. അഗാധമായി അവിടുത്തെ ഞങ്ങളെ സ്നേഹിച്ചു അവിടുത്തെ പ്രിയപുത്രനെ നൽകി ഞങ്ങളെ വീണ്ടെടുത്തു ദൈവമക്കളാക്കി തീർത്തു. നന്ദിയോടെ സ്തോത്രം. ഈ ഭൂമിയിൽ കർത്താവെ, ഞങ്ങളുടെ ചെറുതും വലുതുമായുള്ള ആവശ്യങ്ങളോടുകൂടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അവിടുത്തെ വിലയേറിയ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി നന്ദിയോടെ സ്തോത്രം ചെയ്ത കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ഭാവി, ഞങ്ങളുടെ തലമുറയായി ഞങ്ങൾക്ക് സങ്കേതമായിരിക്കുന്ന കർത്താവ്, ഞങ്ങളെ വിളിച്ചവനായ ദൈവം ഞങ്ങളുടെ തലമുറകളെയും വിളിച്ചു വാർത്തിരിച്ച് അവരുടെ ഭാവി അനുഗ്രഹങ്ങളൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയാനിയാചാര്യ കുടുംബമായി ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രദേശത്തുനിന്ന് ദൈവത്തെ സ്നേഹിപ്പാനായി ദൈവമായ കർത്താവെ, നിന്റെ ദാസനെ കുടുംബമായി ദൈവം വിളിച്ചു വാർത്തിരിച്ചത് നന്ദിയോടെ സ്തോത്രം. വിളിച്ച ദൈവം വിശ്വസ്തനായി വാക്കുമാറാത്ത ദൈവമായി ഇന്ന് വരെ ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. ഇവിടെയുള്ള സരസഭയോട് ചേർന്ന് കർത്താവിനെ സ്നേഹിപ്പാൻ, സഹോദരങ്ങളോട് ചേർന്ന് ആത്മീയ കൂട്ടായ്മയെ കുറിപ്പാൻ, അവരെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും കർത്താവെ ദൈവമക്കളുടെ ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ദൈവം മാനിച്ച ദൈവമായ കർത്താവെ, നീ ഇവിടുത്തെ തലമുറകളെയൊക്കെ നൽകി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന അവരുടെ വിലയേറിയ കൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം. നിന്റെ ദാസന് നൽകിയ കർത്താവെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നവരുടെ ദൈവകൃപയിലും പത്യഉപദേശത്തിലും ദൈവസഭയിൽ അവരെ വളർത്തിയെടുക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയതുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവരുടെ ഭാവിയൊക്കെ കർത്താവിന്റെ കരങ്ങളിലായിരിക്കുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്ത ശില്പയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അവർക്കൊരു കുടുംബ ജീവിതത്തെ തലമുറകളെയൊക്കെ നൽകി ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ സമരസിനായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവെ, അവരുടെ ജനനം മുതൽ ഇന്ന് വരെ ദൈവം പരിപാലിച്ച് വഴി നടത്തി അവിടുത്തെ വിലയേറിയ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ ദൈവകൃപയിൽ വളർന്നു വരുവാനായിട്ട് ദൈവം ഇടയാക്കി നമുക്ക് സ്തോത്രം ചെയ്ത് യുവക്കാരുടെ ഇടയിൽ വളരെ മാതൃകയോടെ ദൈവകൃപയോടുകൂടെയൊക്കെ കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും കർത്താവെ വളർന്നു വരുവാനും ദൈവം ഇടയാക്കി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നൽകി നല്ല വിദ്യാഭ്യാസത്തിനായി സ്തോത്രം, തൊഴിൽ പഠനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നല്ലൊരു ജോലി നൽകി ദൈവം മാനിച്ചത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനുപരിയായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവേദനായി കർത്താവിനെ സ്നേഹിപ്പാനും ദൈവം ഭാഗ്യം നൽകിയത് ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് മനുഷ്യനേകനായിരിക്കുന്ന നന്മല്ല എന്ന് കണ്ടവനായ കർത്താവ് തക്ക സമയത്ത് കുടുംബങ്ങളെ കർത്താവെ തമ്മിൽ യോജിപ്പിച്ച് അനുഗ്രഹിക്കുന്നവനായ ദൈവം നിന്റെ മകന് വേണ്ടി കർത്താവെ ഇന്നേ ദിവസം ആ നിലയിൽ ദൈവം ഒരുക്കിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ആലോചനയിൽ വലിയവരും പ്രവൃത്തിയിൽ ശക്തിമാനുമായി കർത്താവ് കൂടെ ഇരുന്നു തക്കതാവിന് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ കർത്താവ് ഇടയാക്കി നന്ദിയോടെ സ്തോത്രം. പ്രാരംഭ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഇന്നത്തെ ഒരു ദിവസത്തിലെ കർത്താവെ വിവാഹത്താൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ കാര്യങ്ങളെ ക്രമീകരിപ്പാൻ ദൈവം ഇടയാക്കിയതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗപിതാവേ, ഭവനത്തിൽ നിന്ന് ഈ സമയത്തെ കർത്താവെ ആ ഓഡിറ്റോറിയത്തിലേക്ക് ഒരു വിശുദ്ധ ശുശ്രൂഷയോടുകൂടെ വിവാഹ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഭവനത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ദൈവം മാനിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഏകനായി ഭവനത്തിൽ നിന്ന് കടന്നുപോയി ദൈവമായ കർത്താവെ കുടുംബമായി ദൈവകൃപയോടുകൂടെ ഭവനത്തിൽ പ്രവേശിപ്പാനും ദൈവമായ കർത്താവെ ഒരു കുടുംബമായി ഇവിടെ വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മാതാപിതാക്കൾക്ക് ദേശത്തും ദൈവസഭയ്ക്കും തിരുനാമത്തിന്റെ മഹത്വത്തിനൊക്കെ ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലേക്ക് കിളിവാതിൽ തുറന്ന് അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ എല്ലാ ആശീർവാദവും എന്റെ കുഞ്ഞുങ്ങളെ വേഗം നൽകി ദൈവം സഹായിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് വേണ്ടി തിരുസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുക. ഉത്തമ കുടുംബജീവിതം കർത്താവ് ദൈവപ്രസാദ പ്രകാരം കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ അവർക്കുണ്ടാകുവാൻ എല്ലാ കൃപയും ദൈവം നൽകി സഹായിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
വിശേഷാൽ ഈ ദിവസം ഈ നിലയിൽ ഒരു സന്തോഷകരമായ ഒരു ദിവസം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ദൈവദാസനും കുടുംബത്തിനും ദൈവസഭയ്ക്കുമായി സ്തോത്രം. ബന്ധുക്കളായി ചർച്ചക്കാരായി പ്രിയപ്പെട്ടവരായി ഈ സന്തോഷ ദിവസത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൗതികമായ ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. ജീവിത പങ്കാളി കൊടുക്കാൻ പ്രസാദിച്ചിരിക്കുന്ന പ്രിയ സഹോദരിയെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് ഇതിന്റെ മകളെയും വിളിച്ചു വേർതിരിച്ച ദൈവകുമാരയാക്കിയത് കൊണ്ട് സ്തോത്രം. ദൈവമക്കളായ എന്റെ കുഞ്ഞുങ്ങളിൽ ചേർന്നുള്ള കുടുംബ ജീവിത അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. അവിടെ നിന്ന് വളരെ വിദൂരെ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ ഈ ശുശ്രൂഷകളൊക്കെ ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ ചിലർ കൂടി കർത്താവിനെ അറിയുവാനായിട്ട് ദൈവമായ കർത്താവ് ഇവിടെ മുഖാന്തരമാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവനാമത്തിന്റെ മഹത്വത്തിന് മാത്രം കാരണമായി തീരുവാൻ സഹായിക്കണമേ. എല്ലാ നന്മകൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതിലുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം നൽകിയത് കൊണ്ട് സ്തോത്രം. ഒരു മനോഹരമായ ഭവനം നൽകിയിട്ട് കുഞ്ഞുങ്ങളെ മാനിച്ചത് കൊണ്ട് സ്തോത്രം. എല്ലാ നന്മകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നു. അവിടുത്തെ സാന്നിധ്യം കൂടെ തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ അനുഗ്രഹത്തോടെ ഈ ഭവനത്തിൽ വന്ന് പ്രവേശിക്കുന്നവരെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹത്താൽ ദൈവം സഹായിച്ചുകൊണ്ട് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാതൊരു കേട്ടതുകൊണ്ട് സ്തോത്ര. യേശു കർത്താവിന്റെ നാമത്തിൽ ഏറ്റവും വിനയമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിതാവേ കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കാവൽക്കൂട്ടായ്മയും നമ്മോട് നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോട് വിശേഷാൽ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവിന്റെ മടങ്ങി വരുന്നുണ്ടായിരിക്കുമാറാകട്ടെ. ബോധ്യമായിരിക്കുന്ന എല്ലാ നന്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകി. ഞങ്ങളെ കർത്താവ് ക്ഷമത്തോടെ അവിടുന്ന് പരിപാലിച്ച് ഓർത്ത് ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി കർത്താവെ പ്രിയ കർത്താവെ ദാസൻ അനുവദിച്ചാനായി കുടുംബത്തിന് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൻ കർത്താവ് സ്ഥിതിന് വേണ്ടി അല്ലെങ്കിൽ വിശേഷാൽ அதை പ്രാർത്ഥിക്കുകയാണ്. എഴുന്നാളൊക്കെ കർത്താവെ ഇതിന്റെ മകന്റേതായ വിദ്യാഭ്യാസത്തിലും അവന്റെ ഭൗതികമായ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ കരുണയും കൃപയും ധാരാളമായി പകർന്നു. നല്ല ജോലിയൊക്കെ ലഭിച്ച സന്തോഷത്തോടെ കർത്താവെ ആയിരിപ്പത്തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ. അതിനേക്കാൾ ഉപരിയായി ആത്മീയമായി കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരനായി ഘട്ടത്തിലെ സഭയോട് ബന്ധപ്പെട്ട് ആത്മീയ ശുശ്രൂഷകളെ സഹകരിച്ച് കർത്താവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തിന്റെ കൃപയിൽ ആയിരിക്കാൻ പ്രിയ മകന് ദൈവം കൊടുത്ത വലിയ ഭാഗ്യത്തിനായി അതിനോട് സ്തുതിക്കുന്നു. ഇതുവരെ കർത്താവെ ഈ കൃപയിൽ അവിടെ നിലനിർത്തുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവിന്റെ ആളവറ്റ കൃപാത്തിന്റെ മകന്റെ മേൽ അവിടുന്ന് ധാരാളമായി ചെറിയതോർത്ത് അതിനോട് സ്തുതിക്കുന്നു. ഇതുപോലെ കർത്താവെ മകൻ ഒരു പ്രത്യേകമായിരിക്കുന്ന അതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ വിവാഹ അവസ്ഥയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവമേ അവിടുത്തെ കൃപയും കടാക്ഷവും നിന്റെ മകന്റെ മേൽ ധാരാളമായി ചൊരിയണമേ. കൃത്യമായി നിന്റെ മകന് വേണ്ടി ഒരിക്കലും കർത്താവെ അവിടെ കടന്നു വന്നിരിക്കുന്നതായ പ്രിയ മകളെ ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഇരു കുടുംബങ്ങളെയും ഓർക്കുന്ന സഭകൾക്കായി സ്തോത്രം. ഇതുപോലെ കാലയുടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും സ്നേഹിതരെയും സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മകനുമായിരിക്കുന്ന സൂക്ഷിക്ക് നേതൃത്വം കൊടുക്കുന്ന
കർത്താവേ സഭയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദേവദാസനായി പ്രാർത്ഥിക്കുന്ന ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുവാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും കർത്താവ് നൽകി പരിജ്ഞാനത്തോടെ ദൈവകൃപയോടുകൂടി കർത്താവെ ശുശ്രൂഷ ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതോടൊപ്പം തന്നെ കർത്താവെ ശുശ്രൂഷ ഈ മകരിമാരിക്കുന്ന ശുശ്രൂഷ ആശ്രയിക്കുവാൻ കർത്താവെ കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠ ദേവദാസനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആവശ്യമായ കൃപ നൽകി കർത്താവ് സഹായിക്കണമേ. ഈ വേദികാരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. കർത്താവെ ഹല്ലേലൂയ. ഇതേപോലെ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഗാനങ്ങളിലൂടെ കർത്താവിനെ ബോധപ്പെടുത്തുവാൻ അവിടുത്തെ കൃപ ചെയ്യണമേ. ആദ്യ അവസാനം വരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കാൻ അവിടുത്തെ ഇടവരുത്തുമാറാണ് പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങൾക്കും അടികൾക്കും ആവശ്യമായിരിക്കുന്ന ദൈവികമായിരിക്കുന്ന വചനങ്ങള് ഇതുപോലെ കാലത്ത് ദാസന്മാരിൽ കൂടി അവിടുത്തെ ലഭ്യമാവാൻ കർത്താവ് സഹായിക്കണമേ. സകല കാര്യങ്ങളുടെയും ദൈവത്തിൻ്റെതായ ആ നിയന്ത്രണവും ആ കാവലുകളും ഓർമ്മയുടെ സ്തോത്രം എല്ലാ മാനവമഹത്വങ്ങളും ഒരിക്കൽ കൂടി അങ്ങയുടെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വിടുന്ന ഞങ്ങളുടെ രക്ഷകന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടും കരുണയോടും കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ. ആമേൻ. ഇപ്പോൾ ഗായസംഘം ഒരു പാട്ട് പാടുകയും പ്രോഗ്രാംസിന്റെ ആദ്യത്തെ പാട്ട് പ്രിയപ്പെട്ടവർ പാടുകയും ഈ സമയം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്. അവർ പാടുന്ന ആ സമയത്ത് വധുവരന്മാർ സ്റ്റേജിലേക്ക് കടന്നു വന്ന് അവർക്ക് ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങൾ വന്ന് നിൽക്കേണ്ടതാണ്. അവർ തനിയോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളോട് ചേർന്ന് ഇവിടേക്ക് കടന്നു വന്ന് അവിടെ നിൽക്കാവുന്നതാണ്. ഈ സമയം പ്രധാനദാസൻ പാസ്റ്റർ വിജയകുമാർ മുന്നോട്ട് കടന്നു വന്ന ഒരു വേദഭാഗം വായിക്കും. എഫേസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം അതിൽ 22 വേദങ്ങൾ വായിക്കും. അതിനുശേഷം പ്രധാന 2 ദാസന്മാർ നമ്മളോട് പ്രാർത്ഥിക്കും. ആദ്യമായി പാസ്റ്റർ സജി വർഗീസ് അവர்களுം അതിനുശേഷം പാസ്റ്റർ ഡി ശ്യാമൽ അവர்களுം ആ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നു. ദൈവനാമം ബോധപ്പെടുമാറാകട്ടെ. ഇന്ന് വിവാഹിതരാകുന്ന കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് ഓഡിയൻസിൽ തന്നിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ
ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് സകലത്തിന് കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. അവരവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവൾ അതിന്റെ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്നെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റിപ്പുറത്തുകയും ചെയ്യുന്നതാ. നാം അവന്റെ ശരീരത്തിന്റെ അവയവമല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തർ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഈ തിരുവെഴുത്തുകളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തിനായിട്ട് ഞങ്ങൾ നീ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗ്ഗത്തിന്റെ സിംഹാസന ഭൂമിയുടെ പാദം നിലച്ചു നല്ല നാഥനെ, ഇന്ന് ഞങ്ങൾ പകലിലെ കർത്താവെ ഈ ഒരുമിച്ച് കൂടുവാൻ പരിനാഥയും ഞങ്ങൾ ഒരുക്കിയതായി നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ നീ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാൾ ഞങ്ങൾ ദിവസം ആഗ്രഹിക്കുകയും പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർന്നുബന്ധിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുമിച്ച് കൂടുവാൻ വലിയനാഥയും ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ നീ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങളെ അവിടെ നിൽക്കുന്നതോട് സ്നേഹിച്ചല്ലോ, ഞങ്ങളെ വീണ്ടെടുത്തല്ലോ, ഞങ്ങൾ രക്ഷിച്ചല്ലോ. അഭാവനെ വിളിക്കപ്പെടുവാനുള്ള ദാനം നൽകിയല്ലോ. ഏത് സമയത്ത് തിരിച്ചടുത്ത് വരുവാനുള്ള എല്ലാ അനുഭവങ്ങളും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുകയും അനുഗ്രഹിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ പകൽ നടക്കുന്നതായും ഈ വിവാസകാരി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. ഇരു ഭവനങ്ങളിലും സഭക്കാരും ഒരുമിച്ച് ചേർന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ, ഇന്ന് ആ നിലയിൽ അനുഗ്രഹപ്പെട്ട ഒരു നിമിഷം ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഞങ്ങൾ അതിനകത്ത് വായിക്കുന്ന പോലെ ഒരു വിധിക്കാൽ ഇതുവരെയേറെ നല്ലത് അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ തൃപ്തനാകും. എന്ന പകൽ ആരംഭിക്കുന്ന ജീവിതം വരും ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവിടുത്തെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ നിവാസമാരെ ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവീയ സ്ഥാനത്ത് നിറയപ്പെട്ടവരായിട്ട് കർത്താവിനെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു നിലപ്രിയോടുകൂടി കർത്താവ് ശുശ്രൂഷ മുഖാന്തരം നിത്യത്തിൽ കാണപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തിരുസ്ഥാനത്ത് എപ്പോഴും ഉണ്ടാകണം, മഹത്വത്തോടെ നടക്കണം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനായിരിക്കുക കേൾക്കണം ഞങ്ങളുടെ നല്ല പിതാവേ, ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗം സിംഹാസനവും ഭൂമി പാതയുടെ മാനിക്കാൽ തൃപ്പാദപീഠത്തിൽ അവിടുത്തെ പ്രതിമാരാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ത്രിയേക ദൈവത്തിന്റെ കൃപയുടെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാനും താവായ ശുശ്രൂഷയെ ആശീർവദിക്കുവാൻ ഞങ്ങൾക്ക് അനുഭവം അവസരം നൽകുന്നതിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയുടെ രക്ഷകനായി ലോകത്തിൽ അവതരിച്ചു. താവ് ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു. അങ്ങനെ വിശ്വാസ ഹൃദയത്തിൽ അംഗീകരിച്ച് പാരമ്പര്യത്തിൽ നിന്ന് വിട്ട് കാൽവരിനാഥനെ ആത്മാവിലും സത്യത്തിലും വേർപെട്ട് ആരാധിപ്പാൻ പ്രിയ സഹോദരൻ അനിയമുനിയും സൗര ശുശ്രീക്കും ദൈവമായ കർത്താവ് ഞങ്ങളുടെ പൈതല് സിബിനും അല്ലെങ്കിൽ മകൾ സിബിക്കും ഒക്കെ ഇടയാക്കി അവരുടെ വളർച്ചയിലും വിദ്യാഭ്യാസം കൂടെ ഇരുന്നു ജോലി നൽകി ആദരിച്ചതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യനെ എങ്ങനെയായിരിക്കും വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് സഭയോട് മനസ്സറിഞ്ഞ ദൈവം, ആ കുടുംബത്തോട് മനസ്സറിഞ്ഞ ദൈവം യോഗ്യമായ നിലയിൽ പ്രിയ സഹോദരി ശില്പയെ ദൈവമായ കർത്താവേ അലിലിയസിന് വേണ്ടി തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. അവരുടെ മാതാപിതാക്കളെ, സഹോദരനെയും ബന്ധുമിത്രാദികളെ എല്ലാവരും ഓർത്ത് സ്തോത്രം ചെയ്തു. ഏത് മനുഷ്യനെ അലിലെ രക്ഷയ്ക്ക് ഉതകുന്ന കർത്താവ് ഒരിക്കൽ രക്ഷ അനർത്ഥമാക്കി കർത്താവിലേക്ക് ഒരുവനാ കുഞ്ഞിനിടയാക്കിയതിനായി സ്തോത്രം. അവരെ കുടുംബജീവിതനായി നാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ അളവറ്റ കൃപ കൂടിയിരിക്കുമാറാകണമേ. നല്ല ഗാനങ്ങൾ നിനക്ക് നൽകുന്നതിനായിട്ട് നന്ദി. ശുശ്രൂഷ ആശീർവദിക്കുവാൻ അങ്ങയുടെ വലിയൊരു വൃദ്ധനെ അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുകയാണ് സ്തോത്രം. വായന സൂക്ഷിക്കുന്ന കർത്തദാസന്മാർക്കായി നന്ദി. പ്രാർത്ഥന സഹായിക്കുന്ന എല്ലാവരെയും ബലപ്പെടുത്തണമേ. സ്ഥലസഭയ്ക്ക് വേണ്ടി സ്തോത്രം. കർത്താവിന്റെ പേരുദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്നായി മീറ്റിംഗ് ലീഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ കൃപ തന്നാട്ട് അവിടുത്തെ സ്ഥാനത്ത് നിറയ്ക്കണം. കടന്നു വന്ന എല്ലാവർക്കുമായി സ്തോത്രം. വരുവാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും നൽകി ആദരിക്കുകയും അവിടുത്തെ അനുഭവത്തോടെ ഞങ്ങൾക്ക് ആ ശുശ്രൂഷ കൃപയിലേക്ക് തിരുനാമത്തെ ഉയർത്തിച്ചു. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ആൽച്ചനല്ലൂർ വില്ലേജിൽ
ആച്ചനൂർ പഞ്ചായത്ത് 10-ാം വാർഡിൽ കുമ്മണ്ടൂർ പിഒയിൽ സിവിൽ നിവാസിൽ ബ്രദർ അനിയൻകുഞ്ഞ് ജോർജിന്റെയും സിസ്റ്റർ സിസിലി അനിയൻകുഞ്ഞിന്റെയും മകൻ കട്ടത്തിൽ ബാപ്റ്റിസ്റ്റ് സഭാംഗവുമായ സിബിൻ അനിയൻകുഞ്ഞും കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ് താലൂക്കിൽ പള്ളിക്കര സെക്കൻഡ് വില്ലേജിൽ ഉദുമ പഞ്ചായത്തിൽ 6-ാം വാർഡിൽ ബേക്കർ പിഒയിൽ ദേവശില്പത്തിൽ ദേവൻ ഗംഗാധരന്റെയും ശ്രീമതി ഉമാദേവന്റെയും മകൾ ചെറുപുഴ ബാപ്റ്റിസ്റ്റ് സഭാംഗവുമായ ശില്പാദേവൻ തമ്മിലുള്ള വിശുദ്ധ വിവാഹമാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. അതിനായി എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. തുടർന്ന് സ്വാഗതം നൽകാനുള്ളത് വലിയവനായ ദൈവം നമ്മുടെ മധ്യയിൽ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിൽ വായിക്കുന്ന പോലെ 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്ത ആ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ആ സാന്നിധ്യ ബോധത്തിൽ തന്നെ നമുക്ക് ഈ പകലിൽ നമുക്കായിരിക്കാം. അതിനായി കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും എനിക്ക് സ്വാഗതം പറയുന്നതുകൊണ്ട് ഇന്നത്തെ വിവാഹ ശുശ്രൂഷ ആസ്വദിക്കാനായി കടന്നുവന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻ സാം തോമസ് അവർക്കാണ് IBMയുടെ അതായത് ഇൻഡിപെൻഡന്റ് ബാപ്റ്റിസ്റ്റ് മിനിസ്ട്രിയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്തദാസൻ ക്ഷണം സ്വീകരിച്ച് കടന്നു വരികയും ഈ വിവാഹ ശുശ്രൂഷ നടത്തിക്കൊടുക്കാനുള്ള ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നു. ആ ദിവസം കർത്താവ് സഹായിക്കട്ടെ. കുടുംബത്തിന്റെ പേരിലും സഭയുടെ പേരിലുമുള്ള ഹാർദമായ സ്വാഗതം കർത്താവ് യേശു നാമത്തിൽ ദൈവദാസന് വേണ്ടി അറിയിച്ചു കൊടുക്കും. തുടർന്ന് സ്വാഗതം പറയുന്നത് മറ്റ് കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാരായിരിക്കുന്ന IBMയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ KS മാത്യു സാർ അവർ, വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ പോൾ തോമസ് സാർ അവർ, അതുപോലെ തന്നെ ഇന്നത്തെ വചന സന്ദേശം നൽകുന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ ബിജു തങ്കച്ചൻ അവർ, മറ്റു സൂക്ഷ്മ വിഭാഗങ്ങളായിരിക്കുന്ന സ്റ്റേജിലായിരിക്കുന്ന മറ്റു കർത്താസന്മാർ എല്ലാവരെയും അതേ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ കുടുംബത്തിന്റെ പേരിലും സഭയുടെ പേരിലുമുള്ള സ്വാഗതം ഹാർദമായി എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയിച്ചു കൊടുക്കുന്നു. തുടർന്ന് പ്രധാനമായും സ്വാഗതം പറയാനുള്ളത് ഇന്നത്തെ വിശിഷ്ട അതിഥികളായിരിക്കുന്ന പ്രിയ വധുവരന്മാർക്കാണ്. ആ പ്രിയപ്പെട്ടവർക്ക് പ്രിയ ശില്പയ്ക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിലുള്ള സ്വാഗതം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് കടന്നു വന്ന മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സ്നേഹിതർ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തു നാമത്തിലുള്ള സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്ത സൂക്ഷിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിനായി നമുക്ക് ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥയിലായിരിക്കാം. അത് ഈ സമയം ഗായക സംഘം ഒരു പാട്ടിന്റെ 1-2 ചരണങ്ങൾ പാടുകയും അതിനുശേഷം ഡോക്ടർ ബിജു തങ്കച്ചൻ മുന്നോട്ട് കടന്നു വന്ന് ദൈവദിനത്തിന് ആവശ്യമായിരിക്കുന്ന ദൈവദിന സന്ദേശം നൽകുന്നതായിരിക്കും. താഴ്ത്തവും ദൈവത്തെയും ക്ഷണിക്കുന്നു. Baby, you
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും അല്പസമയം കർത്താവിൻ്റെ വചനം നിങ്ങളോട് അറിയിപ്പാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഈ വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ സോളമൻ, ഈ ശുശ്രൂഷയെ ആശീർവദിക്കുന്ന ബഹുമാനപ്പെട്ട സാം തോമസ്, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രേഷ്ഠ ദൈവദാസന്മാർ, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാനപ്പെട്ട വ്യക്തികളായ സോദരൻ സിബിൻ, ശില്പ, ഇവരെല്ലാം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം അല്പസമയം ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നത് നമുക്കൊരു അനുഗ്രഹമായി തീരട്ടെ. പ്രിയ സോദരൻ സിബിന്റെ ഭവനത്തെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ അനിയമുഞ്ചാൻ, അതുപോലെ തന്നെ സുശ്രീ മാമ, ശില്പ കുടുംബം, ഇവരൊക്കെ കർത്താവിനെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് പ്രിയ യേശുവിനെ ഓർക്കുമ്പോഴും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പൈതലാണ്. പ്രത്യേകിച്ച് കട്ടച്ചൽ പാർശ്വ സമയത്തോളം പ്രിയ സഹോദരൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരൻ നിലനിൽക്കുന്നു. തൻ്റെ സൗമ്യത, തൻ്റെ സ്നേഹം, സഭയോടുള്ള ആത്മാർത്ഥത, അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയ സോദരശില്പിയും അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ, സ്നാനപ്പെടുവാൻ, ദൈവമക്കളോട് ചേർന്നുള്ള കൂട്ടായ്മ ആചരിപ്പാനൊക്കെ കഴിഞ്ഞ നാളുകളിൽ സഹായിച്ചു വരുന്നു. ഇവർ തമ്മിലുള്ള വിവാഹബന്ധം എന്തുകൊണ്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയ സഹോദരൻ സിബിന്റെ സഹോദരിയുടെ പേര് ശില്പ എന്നാണ്. അതുപോലെ തന്നെ സിബിന്റെ വിവാഹം കഴിക്കുന്ന പ്രിയ സഹോദരന്റെ പേരും ശില്പ എന്ന് തന്നെയാണ്. അപ്പോൾ പേരുകളുടെ തന്നെ ഒരു യോജിപ്പ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ കുടുംബത്തിന് ഈ ഒരു ബന്ധം വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ഒരിക്കൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ആ ക്ലാസ്സിലെ അധ്യാപിക പറഞ്ഞു, നിങ്ങൾ ഭാവിയിൽ ആരാണോ ആകുവാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് നൽകുന്ന പേപ്പറിൽ വരയ്ക്കാൻ പറഞ്ഞു. ചിലർ നേഴ്സിന്റെ പടം വരച്ചു, ചിലർ ഡോക്ടർ പടം വരച്ചു, ചിലർ ഫയർമാന്റെ പടം വരച്ചു. അങ്ങനെ എന്തൊക്കെയാണ് അവർ മനസ്സിലുണ്ടായിരുന്നത്, ഭാവിയിൽ ആരാകാൻ പോകുന്നു അതിന്റെ പിക്ചർ വരച്ച് അധ്യാപിക കരത്തിൽ കൊടുത്തു. എന്നാൽ ഒരു കുട്ടി മാത്രം ഒന്നും വരയ്ക്കാതെ ഒരു ബ്ലാങ്ക് പേപ്പർ അധ്യാപികയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അധ്യാപിക ചോദിച്ചു, എന്താ നിനക്ക് ആഗ്രഹമൊന്നുമില്ലേ, നിനക്ക് ഭാവിയിലൊന്നും ആകുവാൻ ആഗ്രഹമില്ല എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഭാവിയിൽ വിവാഹിതയാകുവാനാണ് ആഗ്രഹം, പക്ഷേ അത് എങ്ങനെ വരയ്ക്കണമെന്ന് എനിക്ക് അറിയില്ല എന്ന് ആ കുട്ടി പറയുകയുണ്ടായി. അതായത് ഒരു ഭാര്യ ആകുവാൻ ആഗ്രഹമുണ്ടെന്ന് പെൺകുട്ടിയാണ് പക്ഷെ എങ്ങനെ വരയ്ക്കണമെന്ന് അറിയില്ല. ഞാനിത് പറഞ്ഞതിനാണ് ചോദിച്ചാൽ, എന്താണ് വിവാഹം, എന്തിനാണ് വിവാഹം എന്ന് പലർക്കും അറിയുകയില്ല. ഇന്ന് ലോകത്തിൽ പല സിദ്ധാന്തങ്ങളുണ്ട്, പല പഠിപ്പിക്കലുകളുണ്ട്. എന്നാൽ എന്താണ് വിവാഹം, എവിടെയാണ് ആരംഭിച്ചത്, എന്തിനാണ് വിവാഹം എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് എൻ്റെ കരങ്ങളിലിരിക്കുന്ന ഈ വേദപുസ്തകത്തിലാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ശ്രദ്ധയെ അല്പസമയം ഈ വേദപുസ്തകത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് അല്പമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ്. വളരെ പരിചയമുള്ള വേദഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാവരും വിവാഹം കഴിക്കുന്നുണ്ട്. ഓരോ വിവാഹത്തിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് സമാധാനപരമായ, സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ
വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ഒരു വിവാഹം നയിക്കണമെങ്കിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18 മുതൽ വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ദൈവവചനം വായിച്ചു കേൾക്കുന്നത് നമുക്ക് അനുഗ്രഹമാണല്ലോ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18 മുതൽ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും എന്നറിയിച്ചു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേർക്കുമെന്ന് കാണാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരാണ്. മനുഷ്യനെല്ലാം കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢ നിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ അസ്ഥി, എന്റെ മാംസത്തിൽ മാംസമാകുന്നു. ഇവളെ നരനിൽ എടുത്തിരിക്കുക, ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് വിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലാത്ത കാര്യം. വളരെ പരിചയമുള്ള നമുക്കറിയാവുന്ന വേദഭാഗത്തു നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഈ ഭാഗത്ത് നിന്ന് വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു പെട്ടെന്നിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് വിവാഹം, അല്ലെങ്കിൽ വിവാഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായി ഈ വേദഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതാണ്: വിവാഹം ദൈവികമാണ്. മാരേജ് ഈസ് ഡിവൈൻ. വിവാഹം ദൈവികമാണ്. ഈ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിവാഹം ആരംഭിച്ചത് ദൈവത്താലാണ്. വിവാഹം മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല. ഇന്ന് എല്ലാ സംസ്കാരങ്ങളിലും ഈ വിവാഹം എന്ന സമ്പ്രദായം ഉണ്ട്. എങ്കിലും നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ആദ്യമായി നടപ്പിലാക്കിയത് സ്വർഗത്തിലെ ദൈവമാണ്. അതായത് ആദവനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു, അവരെ ഒരു കുടുംബമാക്കി തീർത്തതായിട്ട് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ ആദമിനെ സൃഷ്ടിച്ചു. അതിനുശേഷം അവൻ ഏകനായിരിക്കുന്നത് ദൈവം കണ്ടപ്പോൾ അവന് തുണയായി ഒരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ഈ വിവാഹം ദൈവികമാണ്, ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ഒരു കാര്യമാണ്. ഈ വേദഭാഗം വായിച്ചപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതാണ്: അവിടെ പല പ്രാവശ്യം യഹോവയായ ദൈവം എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് കണ്ടു. യഹോവയായ ദൈവം മനുഷ്യന് തുണയുണ്ടാക്കി കൊടുത്തു. അതായത് അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ 19